പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചപ്പോഴേ അറിയാമായിരുന്നു ഇത് ഒരു സ്ഥലത്തും എത്തില്ല എന്നുള്ളത്. ഇന്ത്യയാണ് ഇത് ആദ്യമായി പറഞ്ഞത്. പാകിസ്ഥാൻ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തീർക്കാൻ മധ്യസ്ഥത വഹിക്കുന്നു എന്ന് ഇന്ത്യയോട് പല ആൾക്കാരും ചോദിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ അതിനൊരു ചെറു പുഞ്ചിരിയോടുകൂടെ തിരിച്ച് ഒരു ഉത്തരം പോലും പറയാതിരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യക്ക് കൃത്യമായി അറിയാം, ഇപ്പോഴിതാ ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാന് നേരെ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുകയാണ്. ഇറാനെ കേവലം ഒരു ദിവസം കൊണ്ട് തകർക്കുമെന്നും സമാധാന ചർച്ചകളിലേക്ക് അവർ തിരിച്ചു വരേണ്ടി വരുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. അന്താരാഷ്ട്ര വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കയുടെ എല്ലാ നിബന്ധനകളും ഇറാൻ അംഗീകരിക്കേണ്ടി വരുമെന്നും അവരുടെ പക്കൽ മറ്റു മാർഗങ്ങളില്ല എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വെറും 1 മണിക്കൂർ കൊണ്ട് ഇറാന്റെ ഊർജ്ജ മേഖലയെ തകർക്കാൻ സാധിക്കും, എന്നാൽ ഒരിക്കൽ തകർക്കപ്പെട്ടാൽ അത് പുനർനിർമ്മിക്കാൻ അവർക്ക് 10 വർഷത്തിലേറെ വേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള പാലങ്ങളും തകർക്കും എന്ന് ട്രംപ് ആവർത്തിച്ചു. അതേസമയം ഒരു നാഗരികത തന്നെ ഇല്ലാതാക്കുമെന്ന തന്റെ മുൻ പ്രസ്താവനയെ ട്രംപ് ന്യായീകരിക്കുകയും ചെയ്തു. ഇത്തരം മുന്നറിയിപ്പുകളാണ് ഇറാനെ സമാധാന ചർച്ചയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ ഭീഷണികൾക്ക് മറുപടിയായാണ് തന്റെ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തതിന് ശേഷം നേരെ പോയത് സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിൽ ഇറാനെ നേരിടാൻ പാകിസ്ഥാൻ വമ്പൻ സൈനിക വിന്യാസം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ഭാഗത്ത് ഇറാനുമായി സമാധാനം പറയുകയും മറുഭാഗത്ത് ഇറാനെ അടിക്കാൻ കോപ്പുകൂട്ടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇറാന് സഹായഹസ്തം നീട്ടുന്ന ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.